സിനിമാ താരം തമന്നയെ കർണാടകയിൽ മൈസൂർ സാൻഡൽ സോപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചു. എന്നാൽ കർണാടകയിലെ ചില സംഘടനകൾ തമന്നയെ ബ്രാൻഡ് അംബാസിഡർ ആക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കർണാടക സർക്കാരിന് വളരെ വലിയ രീതിയിൽ ടേൺ ഓവറും വാർഷിക വരുമാനവും ലാഭവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് മൈസൂർ സാൻഡൽ സോപ്പ്. കർണാടകയിൽ മാത്രമല്ല ഈ മൈസൂർ സാൻഡൽ സോപ്പിന്റെ പ്രധാനപ്പെട്ട മാർക്കറ്റ്, പാൻ ഇന്ത്യ മാർക്കറ്റിനെ തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഒരു പാൻ ഇന്ത്യ താരമായ തമന്നയെ തന്നെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കാൻ കാരണം. 6.2 കോടി രൂപയ്ക്കാണ് തമന്നയുമായി കർണാടക സർക്കാർ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. അങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെച്ചതായി മൈസൂർ സാൻഡലിന്റെ വാർത്താക്കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലെ ഒരു വിഭാഗം ആളുകളും ചില കന്നഡ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു കന്നഡ താരത്തെ മൈസൂർ സാൻഡലിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിക്കൂടാ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും കർണാടക സർക്കാരും മൈസൂർ സാൻഡൽ സോപ്പിന്റെ മാനേജ്മെന്റും പറയുന്ന ഒരു കാര്യം ഇതാണ്: അടുത്ത 2028 ഇന്ത്യയിലെമ്പാടും ഇത്രയധികം ടേൺ ഓവറുള്ള ഏതാണ്ട് 5000 കോടിയോളം വാർഷിക വിറ്റുവരവുള്ള ഒരു കമ്പനിയായി മൈസൂർ സാൻഡലിനെ ആക്കി തീർക്കണമെന്നതാണ് ലക്ഷ്യമെന്നും അതിന്റെ ഭാഗമായിട്ടാണ് തമന്നയെ പോലൊരു പാൻ ഇന്ത്യൻ സ്റ്റാറിനെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയതെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്.